അപ്പോൾ നമ്മൾ അന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീട് ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നാളെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അതിന് മുമ്പ് അവിടെ ഒന്ന് സെറ്റാക്കി ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം അമ്മയും ചേട്ടനും പോകും, പിന്നെ ഞങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ എത്തി. അപ്പോൾ നമുക്ക് ബാക്കിൽ കൂടെയാണ് കേട്ടോ പോണത്. അതായത് നമ്മൾ മുകളിലത്തെ നിലയിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. താഴെ വേറെ ആളുകളുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ മുകളിലേക്ക് പോവാണ്. അന്നപ്പല്ലേ കാണാൻ പോവാ കൊച്ചി. അപ്പോൾ ഇതാണ് വീട്. ഇതാണ് ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. അതാകെ സിനായി കിടക്കാം. നന്നായി ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതൊരു ഹാള്, പിന്നെ ഇത് കിച്ചൺ. ഇതാണ് ചെറിയൊരു കിച്ചൺ. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യണം. ഇത്തിരി മെസ്സായിട്ട് കിടക്കാൻ. പിന്നെ ഇതൊരു റൂം, ഒരൊറ്റ റൂമുള്ളൂ കേട്ടോ. ഇതൊരു റൂം. ഇത് ബാൽക്കണി കേട്ടോ. ബാൽക്കണി ഇവിടെ ആയിരിക്കും നമ്മൾ ഇനി കുറച്ച് നാളത്തേക്ക്. അപ്പം ഇത് ഇന്നൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പം നമ്മുടെ ചുഞ്ചുരു ബേബിയും കൂടി ഉണ്ട് കേട്ടോ. ചുഞ്ചുരുവിനെ എൻ്റെ ചേട്ടൻ പേടിപ്പിച്ച് വെച്ചേക്കാണ്. ഇത് അനബല്ലയുടെ വീടാണെന്ന് പറയണേ. അനബല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമയിലെ പ്രേതമില്ലേ. അപ്പോൾ കൊച്ചിന് ഭയങ്കര പേടിയാണല്ലോ അനബല്ല. ഇവിടെ അനബല്ലൊന്നും ഇല്ലാന്ന് പറഞ്ഞേ. നമ്മളൊരു 5-6 മാസത്തേക്ക് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് മാറിയിരിക്കുന്നത്. നമ്മൾ വേറെ കുറേ വീടൊക്കെ നോക്കി, പക്ഷെ ഒന്നും സെറ്റായില്ല. പിന്നെ ലാസ്റ്റ് സെറ്റായതാണ് ഈ വീട്. പിന്നെ നമുക്ക് അറിയുന്ന ആളുകളുടെ വീടാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി തുടയ്ക്കണം, പരിസരം പിടിക്കണമെങ്കിൽ തുടയ്ക്കണം, പിന്നെ ജനല കാര്യങ്ങളൊക്കെ തുടയ്ക്കണം. അപ്പം നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ക്ലീനിങ്ങിന് വേണ്ടി മാത്രം വന്നതാണ്. അപ്പം നല്ലോണം മാറാലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ തുടച്ച് മാറ്റാണ്. പിന്നെ കുഞ്ഞാവയും കൂടി ഉള്ളതല്ല. അപ്പോൾ പിന്നെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ ആദ്യം താമസിച്ചിരുന്നവർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നല്ല രീതിയിലൊന്നും ക്ലീൻ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് അമ്മയെ എന്നെ സഹായിക്കുന്നുണ്ട്. പിന്നെ ചുഞ്ചുരു ബേബിൻ്റെ മാമനും വെറുതെ വന്നേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നാളെ സാധനങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് അധികം ക്ലീനിങ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് തന്നെ വന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ജനലും കാര്യങ്ങളൊക്കെ ഇന്ന് ചെറിയ രീതിയിൽ തുടയ്ക്കുന്നുള്ളൂ. പിന്നെ നാളെ ബാക്കിയുള്ളത് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ബാക്കിൽ കുറച്ച് പണിയുള്ളൂ, അപ്പോൾ നിങ്ങൾ വീട് മാറുന്നത്. നമ്മുടെ ബാത്റൂമിലും കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വേറെ വീട്ടിലേക്ക് മാറാമെന്ന് വിചാരിച്ചത്. അകത്ത് തന്നെയാണ് ബാത്റൂം. അപ്പോൾ അകത്ത് പണി നടക്കുമ്പോൾ നമുക്ക് താമസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേറൊരു വീട് എടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ മാറിയത്. പിന്നെ ഒരു 5-6 മാസത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു പോകും. പെട്ടെന്ന് പണികൾ തീർത്ത് പെട്ടെന്ന് പോകാൻ നോക്കും. നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് മാറിക്കുമ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും എന്ത് ചെയ്യാനാണ്, നമ്മൾക്ക് മാറിയാലേ പറ്റൂ. പണി നടക്കുമ്പോൾ എന്തായാലും മാറിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് മാറിയത്. അത്യാവശ്യം തുടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ക്ലീനൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ ബാക്കിയുള്ളത് നാളെ ചെയ്യാം. നാളെ ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ അത് ഞങ്ങൾ പോവാണ്. ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വയ്യാണ്ടായി. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇനി നാളെ ആണ് ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ നാളെ വരാം. നാളെ ഒരു രാവിലെ തന്നെ തുടങ്ങും ഷിഫ്റ്റിങ്. കാരണം പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. അധികം സാധനങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല. അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ. പിന്നെ നമുക്ക് അവിടെ പണി നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകേണ്ടതാണല്ലോ. അപ്പം അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നാളെ വരും. അപ്പം ഇനി നമുക്ക് നാളത്തെ വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.